നമ്മളൊക്കെ മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആയവരാണ്. ആ അഡിക്ഷൻ നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന തരത്തിൽ വളർന്നാലോ? ഉറങ്ങാനും പഠിക്കാനും ജോലി ചെയ്യാനും പോലും നമുക്ക് സാധിക്കാതെ ഏത് സമയത്തും മൊബൈൽ ഫോണിന് അഡിക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്വയം നിയന്ത്രിക്കുക എന്നത് സാധ്യമല്ല. അപ്പോൾ വളരെ അപകടകരമായ രീതിയിലുള്ള മൊബൈൽ ഫോണിൻ്റെ ഈ അഡിക്ഷൻ നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുന്നതോടെ നിങ്ങൾ പഠിക്കുന്ന സമയം, ജോലി ചെയ്യേണ്ട സമയം, ഉറങ്ങേണ്ട സമയമൊക്കെ നിങ്ങളുടെ ഫോണിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഈ ആപ്ലിക്കേഷനായിരിക്കും. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഏതാണ് ഈ ആപ്ലിക്കേഷൻ, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഫോക്കസ് മോഡ് അല്ലെങ്കിൽ റീഗെയിൻ സ്ക്രീൻ ടൈം എന്നോ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കും. ഈ ആപ്ലിക്കേഷന് പരസ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ധൈര്യസമേതം ഉപയോഗിക്കാം. അതുപോലെ തന്നെ 100% നമ്മളുടെ ഫോണിൻ്റെ അനാവശ്യ ഉപയോഗം ഈ ആപ്ലിക്കേഷൻ നമുക്ക് തടഞ്ഞു തരും. എന്നിട്ട് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാനിത് ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് ഫോണിൽ കൂടുതൽ പെർമിഷൻ കാണിച്ചു തരില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്ന എല്ലാ പെർമിഷനും ഇത് അലോ കൊടുക്കണം. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് നോ ആഡ്സ്, 100% ഫ്രീ ആണ് ഈ ആപ്ലിക്കേഷൻ. ഇനി ജസ്റ്റ് ടേക്ക് കൺട്രോൾ ഫോർ യുവർ ടൈം എന്ന് പറയുന്ന അവസാനത്തെ ബട്ടൺ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കും, അത് അലോ കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ ഫോണൊന്ന് സ്കാൻ ചെയ്യും ആപ്ലിക്കേഷൻ. ശേഷം ഇങ്ങനെ കണ്ടിന്യൂ കൊടുക്കേണ്ട ഒരു ബട്ടൺ ഉണ്ടാവും, ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ക്ലിക്ക് ചെയ്യുക, വീണ്ടും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോണിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഓൾറെഡി ഇത് ചൂസ് ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ വാട്സപ്പ്, കാരണം വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ വാട്സപ്പിലേക്ക് പോയിട്ട് മറ്റുള്ള ആപ്ലിക്കേഷനിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ വാട്സപ്പും എൻ്റെ നിയന്ത്രണത്തിൽ കൊടുത്തു. എന്നിട്ട് സെലക്ട് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എനിക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ, നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ രണ്ടും അലോ കൊടുക്കണം. ജസ്റ്റ് അലോ എന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ ഓവർ ദി അതർ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആക്കേണ്ടതാണിത്. ഇത് മാത്രമേ ഇപ്പോൾ എനിക്ക് ചോദിക്കുന്നുള്ളൂ. നേരത്തെ ഒരുപാട് പെർമിഷൻ ഈ ആപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ സ്ക്രീൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഓക്കെ, ഇനി ആദ്യത്തെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇത് അലോ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ആപ്ലിക്കേഷന് അലോ കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇവിടെ രണ്ടാമത്തെ ഫോക്കസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ഓൾറെഡി 25 മിനിറ്റാണ് ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റിയിട്ട് എത്ര സമയം നമ്മളെ നിയന്ത്രിക്കണമെന്ന് നമുക്കിത് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് നോർമലായിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ മറ്റുള്ള ഓപ്ഷൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് 5 മിനിറ്റ് ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടാവും. ഈ സ്റ്റാർട്ട് ഫോക്കസ് നൗ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫോക്കസ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഫോണിൽ കോൾ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതാ ഓപ്പൺ ഇൻ അലോ ആപ്സ്, ഇത് മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അതായത് ഗൂഗിൾ, ഫോണ്, ക്യാമറ. ഓക്കെ, ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഞാൻ ആപ്ലിക്കേഷനിൽ നിന്ന് പുറത്തു പോകാൻ എനിക്ക് സാധിക്കുന്നതല്ല. ഞാനിപ്പോൾ ഇതിലെ കോൾ ഡയലർ ഓപ്പൺ ചെയ്തിട്ട് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചാലും വീണ്ടും ഈ ആപ്ലിക്കേഷനകത്ത് തന്നെ വരും. അതായത് ഈ 5 മിനിറ്റ് കഴിയാതെ എനിക്ക് മറ്റുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇനി വാട്സപ്പിലെ നോട്ടിഫിക്കേഷൻ വന്നാലും നമ്മൾ അറിയില്ല. നമ്മൾ ജോലി ചെയ്യുകയോ ഉറങ്ങുകയോ പഠിക്കുകയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് വാട്സപ്പിൻ്റെതോ അല്ല നമ്മൾ ഈ ഫോക്കസ് മോഡിൽ കൊടുത്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനും നമുക്ക് നോട്ടിഫിക്കേഷൻ തരുന്നതല്ല. ഇനി നിങ്ങൾക്ക് അർജൻറ്റായിട്ട് ഇത് എക്സിറ്റ് പോകണമെങ്കിൽ ഇവിടെ എൻഡ് ഓപ്ഷൻ ഉണ്ട്. ഇത് എന്നിട്ട് ഇവിടെ താഴെ ഇത് പൂർത്തിയാകുന്നത് വരെ കാത്തിരിക്കണം. ഇത് എൻഡ് സീസൺ എന്ന് പറയുന്ന ഓപ്ഷന് പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും നല്ല ഫീച്ചേഴ്സ് കാണിച്ചു തരാം. ഞാൻ ഹോമിലേക്ക് പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബ്ലോക്ക് ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലീപ്പിംഗ് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ആഡ് ക്ലിക്ക് ചെയ്തിട്ട് ആഴ്ചയിലെ എല്ലാ ദിവസവും നിങ്ങൾ എത്ര മണിക്കാണ് ഉറങ്ങുന്നത് ആ സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനൊന്നും ഉപയോഗിക്കാനും സാധിക്കില്ല. ഓക്കെ, ഈ ഫോക്കസ് മോഡ് ഓട്ടോമാറ്റിക്കലി ഓൺ ആകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത സ്ലീപ്പിംഗ് ടൈമിൽ ഒരു ആപ്ലിക്കേഷനും നിങ്ങൾക്ക് തുറക്കാൻ സാധിക്കില്ല. നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും വരില്ല. ഇനി ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വർക്കിംഗ് ടൈമിലും ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സ്റ്റഡി ടൈമിലും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫാമിലിയുമായിട്ട് ചിലവഴിക്കുന്ന സമയവും നമുക്കിതിൽ സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ഇനി ഈ ആപ്ലിക്കേഷനിലെ മറ്റൊരു ഓപ്ഷനാണ് ബ്ലോക്ക് റിലീസ് എന്ന് പറഞ്ഞത്. നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇതിനിടയിൽ റിലീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് റിലീസ് ചെയ്യേണ്ട ഓപ്ഷനാണിത്. ഇനി ഇതിലെ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇനി ഞാൻ ഈ ഓപ്ഷൻ ഒന്നും ഓൺ ചെയ്തിട്ടില്ല. നോർമലി ടൈമിൽ തന്നെ ഞാൻ ഇതൊന്നും ഓണാക്കാതെ തന്നെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് ആ ആപ്ലിക്കേഷൻ എത്ര സമയം ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഫോണാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി 2 ഹവറും 18 മിനിറ്റും യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യേണ്ട ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. ഞാൻ ഇനി നേരെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു തരാം. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് എന്നോട് ചോദിക്കും എത്ര സമയമാണ് നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ 2 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ്, 20 മിനിറ്റ് ഒക്കെ കൺട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അതുപോലെ തന്നെ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ നൈറ്റ് ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എല്ലാ ആപ്ലിക്കേഷനും ഓഫായിട്ട് നമുക്ക് ഉറങ്ങേണ്ട സമയം കൃത്യമായിട്ട് ഇത് കാണിച്ചു തരും. ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ പതിയെ നമ്മുടെ ഫോൺ ഉപയോഗം കൺട്രോൾഡ് ആകും. അപ്പം നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി തന്നെ കണ്ടോ മറ്റൊരു പെർമിഷൻ കൂടി ചോദിക്കുന്നത്. അതായത് എൻ്റെ YT സ്റ്റുഡിയോ ഇതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നമ്മുടെ ആക്സസബിലിറ്റിക്ക് അകത്ത് ഡൗൺലോഡ് ആപ്സിനകത്താണ് ഇതിവിടെ കണ്ടോ. ഇത് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഇതിനെ എൻ്റെ YT സ്റ്റുഡിയോ ഒക്കെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ ഈ ആപ്ലിക്കേഷൻ ചോദിക്കുന്ന എല്ലാ പെർമിഷനും നിങ്ങൾ കൊടുക്കണം. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരയ്ക്കും ഗുഡ് ബൈ.